അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ വിഷയം, അതായത് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് സാമ്പത്തികമായ പ്രശ്നം. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ജോലിയില്ല, കടങ്ങൾ ധാരാളം വർദ്ധിച്ചു വരികയാണ്, സാമ്പത്തികമായും വല്ലാത്ത പ്രയാസത്തിലാണ്, ഞെരുക്കത്തിലാണ്. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ലഭിച്ചാൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് മഹാനായ ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിച്ച അവിടത്തേക്ക് പരാതിയുമായി സാമ്പത്തികമായ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ ജോലിയില്ലായ്മ, കടങ്ങളെ കൊണ്ട് പ്രയാസം, അപ്പോൾ മൊത്തത്തിൽ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് ആളുകൾ മഹാനവറുകളെ സമീപിച്ചപ്പോൾ മഹാനവറുകൾ അതിനു വേണ്ടി ഒരു ഗ്രന്ഥം തന്നെ അവിടെ രചിച്ചു. അതിൽ മഹാനവറുകൾ കൊടുക്കുന്ന പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം നമ്മുടെ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റാണ്. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, അതായത് സാമ്പത്തികമായി അഭിവൃദ്ധി ലഭിക്കാൻ, സാമ്പത്തികമായി വല്ലാതെ പ്രയാസത്തിലുണ്ടാകുന്ന, പ്രയാസത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾ ധാരാളമായി വർദ്ധിച്ചോട്ടെ എന്ന് മഹാനവറുകൾ അവിടെ നിർദ്ദേശിച്ച ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. ഈ ദിക്ർ നമുക്ക് ഹദീസിൽ കാണാം. തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധി എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. അത് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം 99 രോഗങ്ങൾക്കത് പരിഹാരമാണ്. 70ഓളം പ്രയാസങ്ങൾ, 70ഓളം ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാണ്. 100 വട്ടം ചൊല്ലിയാൽ ഒരിക്കലും ദാരിദ്ര്യം അവനെ പിടിപ്പെടുകയില്ലെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പം നമ്മുടെ മജ്ലിസിൽ കൂടുന്ന ആളുകൾക്ക് 100 തവണ നാം ചൊല്ലാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മുടെ ഭാഗത്ത് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ച ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഇന്നു മുതൽ പതിവാക്കുക ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നിരന്തരമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഒഴിവുള്ള സമയങ്ങളിൽ ധാരാളം വർദ്ധിപ്പിക്കുക. എല്ലാത്തിനും പരിഹാരമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.